ചവറ കൊറ്റൻകുളങ്ങരയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം ചേർന്നത്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കും വിധം ദേശീയപാതയുടെ നിർമ്മാണം കുറ്റമറ്റതാക്കണമെന്ന് യോഗം പ്രമേയം പാസാക്കി. ഈ പ്രവണതയ്ക്കെതിരെ സമര പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സമാനമായ രീതിയിൽ കൊറ്റൻകുളങ്ങര നിവാസികളായ നമ്മളും പൊതുജന സമൂഹ വേദി എന്ന നിലയിൽ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിലെ അപാകത അധികാരികളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും വേണ്ടി വന്നാൽ നമ്മുടെ ആവശ്യം അംഗീകരിക്കാതെ അവർ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള കർമ്മ പരിപാടികളുടെ ഒരു ആലോചനാ യോഗമായിട്ടാണ് ഇന്ന് നമ്മൾ ചേർന്നിരിക്കുന്നത്. പൊതുജന സമൂഹ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചവറ കൊറ്റൻകുളങ്ങരയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കൊറ്റൻകുളങ്ങര ജംഗ്ഷനിൽ മണ്ണ് നിറച്ച് റീഎൻഫോഴ്സ്ഡ് എർത്തുവാൾ മാതൃകയിൽ നിർമ്മിക്കുന്ന ഉയരപ്പാത ഒഴിവാക്കി പില്ലർ എലിവേറ്റഡ് ഉയരപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കും വിധം ദേശീയപാതയുടെ നിർമ്മാണം കുറ്റമറ്റതാക്കണമെന്ന് യോഗം പ്രമേയവും പാസാക്കി. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന രീതിയിലല്ല വികസനം ചെയ്യേണ്ടുന്നത്. നമുക്ക് ആവശ്യം ഒരുപാട് ജനങ്ങളെ ഇവിടെ അപകട രീതിയിലാക്കുന്ന റോഡുകളാണ് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതും ജനങ്ങൾക്ക് റോഡിൽ നിന്ന് അപ്പുറം കടക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആവശ്യം മണ്ണ് നിറച്ച ഭിത്തിയല്ല, കോൺക്രീറ്റ് ഫില്ലർ എലിവേറ്റഡ് ഹൈവേ വേണം. അതിനുവേണ്ടി ജനങ്ങളും കൊറ്റനാടിലെ ജനങ്ങളെല്ലാം ഈ ചവറ തൊട്ട് നല്ലെഴുത്തുമുക്ക് വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാണിത്. ഇത് നടത്തി തരണമെന്നും നമ്മുടെ ജനങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നും ഇവിടുത്തെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നും പഞ്ചായത്തിൻ്റെ രീതിയിൽ എൻ്റെയും NK പ്രേമന സാറ് നമുക്ക് ഇതിൻ്റെ പരാതികൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് സാറ് ഇതിന് വേണ്ടുന്നെല്ലാം കൈകാര്യം ചെയ്യും. പഞ്ചായത്ത് എന്ന രീതിയിൽ പ്രസിഡന്റിൻ്റെ എന്ന രീതിയിലും ഭരണസമിതിയുടെ എന്ന രീതിയിലും ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അത് ഞാനിവിടെ ഉറപ്പു തരികയാണ്. പൊതുജന സമൂഹവേദി പ്രസിഡന്റ് P. ബാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ചവറ രാജശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജേന്ദ്രകുമാർ അദ്വൈതം സ്വാഗതം പറഞ്ഞു. സജു കളിക്കമുറി നന്ദി അറിയിച്ചു. കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് എലിവേറ്റർ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് വന്ന് പിറ്റേന്നടുത്ത മാതൃഭൂമി പത്രം അത് കണ്ട് ഞാൻ നമ്മുടെ MP വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കേസുകൾ. കൊറ്റൻകുളങ്ങരയിൽ നിരന്തരമായി അപകടം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ചമയവിളക്ക് മഹോത്സവം ഏതാണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നതാണ്. അവിടെ ഒന്നും നിന്ന് തിരിയാൻ ഇടമില്ല. ആട്ടോ തൊഴിലാളികളുടെ ജീവിതം, വ്യാപാരി വ്യവസായികളുടെ ജീവിതം, ഇവിടെ ഒരു സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, 1000-ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്നതാണ്, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആശുപത്രികളുണ്ട്. അങ്ങനെ ജനങ്ങൾ എപ്പോഴും തിങ്ങിപ്പാർത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയായതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞ് എന്തായാലും മണ്ണ് പരിശോധനയിലൂടെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു ഇവിടെ പണ്ട് കൊറ്റൻകുളങ്ങര അമ്പലത്തിലെ ഭൂതക്കുളം നിന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഉറപ്പില്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ മതില് കെട്ടിയുള്ള മണ്ണിട്ടുള്ള ഒരു ഉയരപ്പാത ഇവിടെ നിർമ്മിച്ചാൽ കാലക്രമേണ കൊണ്ട് ഇത് വിള്ളലുണ്ടായി വലിയ അപകടം, ലക്ഷക്കണക്കിന് ആളുകൾ ചമയവിളക്ക് മഹോത്സവത്തിന് പങ്കെടുക്കുന്ന അവസരത്തിലെങ്ങാനുമാണെങ്കിൽ തന്നെ ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് കാര്യഗൗരവമായി ഇതിനൊരു തീരുമാനമെടുക്കണം എന്ന് പറയുകയും. ന്യൂസ് ബ്യൂറോ, ചവറ.